വാഴക്കുളത്ത് മൊബൈൽ കട കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയ വാഴക്കുളം പോലീസിന് മർച്ചന്റ്സ് അസോസിയേഷന്റെ അഭിനന്ദനം. വ്യാപാരികളും പൊതുസമൂഹവും ഭയപ്പാടോടെ നിരീക്ഷിച്ച കേസിൽ വളരെ വേഗത്തിൽ പ്രതിയെ പിടികൂടിയതിൽ അഭിനന്ദന പ്രവാഹമാണ് വാഴക്കുളം പോലീസിന് ലഭിക്കുന്നത്. വാഴക്കുളത്ത് മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് മൊബൈൽ ഫോണുകളും 2 ലക്ഷത്തോളം രൂപയും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതിയെ മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയ വാഴക്കുളം പോലീസിന് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ അഭിനന്ദനം. വാഴക്കുളം നഗരമധ്യത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നത് വ്യാപാരികളെയും പ്രദേശവാസികളെയും വലിയ ആശങ്കയിലാഴ്ത്തിയിരുന്നു. പോലീസിന്റെ കൃത്യവും കാര്യക്ഷമവുമായ ഇടപെടലിലൂടെ പ്രതിയെ പിടികൂടുന്നതിനും മോഷണം പോയ മുതലുകൾ കുറേയധികം കണ്ടെത്തുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് വ്യാപാരികളുടെ ആശങ്കകൾക്ക് വിരാമമിട്ടതായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു പറഞ്ഞു. വാഴക്കുളത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിശ്ചിതമായ ഇടവേളകളിൽ ഇങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി പല കാലഘട്ടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ് വാഴക്കുളത്ത് ഏതാണ്ട് പോലീസ് സ്റ്റേഷന് മുൻവശത്തായിട്ട് തന്നെ നിയ മൊബൈൽ എന്ന സ്ഥാപനത്തിൽ വെളുപ്പിന് 2:30 2 മോഷ്ടാക്കൾ വരികയും ആ സ്ഥാപനം തല്ലി തകർത്ത് അവിടെ നിന്ന് മോഷണം നടത്തുകയുണ്ടായി. ഏതായാലും ഈ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായ ഇടപെടൽ വാഴക്കുളം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 6 ദിവസം, ഇന്ന് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസമായപ്പോഴും പ്രതികളിൽ ഒരാളെ പിടിക്കുകയും ഇന്നിവിടെ കൊണ്ടുവന്ന് തെളിവെടുക്കുകയും കുറച്ച് മോഷണം പോയ സാധനങ്ങൾ തിരിച്ചെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയതിന് വാഴക്കുളം പോലീസിനെ പ്രത്യേകം വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പെട്രോളിങ്ങും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളും എല്ലാം ശക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ടൗണിലെ ഏറ്റവും വെളിച്ചമുള്ള ഏറ്റവും ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഇങ്ങനൊരു മോഷണം നടന്നത്. അപ്പോൾ അത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രതിയെ കണ്ടെത്താനും അതിൻ്റെ കാര്യങ്ങൾ റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് പോലീസ് എടുത്ത ആ ഒരു വലിയ എഫേർട്ടിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. എടത്തല NAD മുകൾ ഭാഗത്ത് തൈപ്പറമ്പിൽ വീട്ടിൽ സാനു സേവ്യറാണ് പിടിയിലായത്. മോഷണം പോയ തുകയിൽ ഒരു ഭാഗവും ഫോണുകളും പ്രതിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വാഴക്കുളം പോലീസ് സ്റ്റേഷൻ എതിർവശം പ്രവർത്തിക്കുന്ന ആരക്കുഴ സ്വദേശി ഡെബിന്റെ ഉടമസ്ഥതയിലുള്ള നിയ മൊബൈൽസ് എന്ന കടയിൽ കഴിഞ്ഞ 11-ന് പുലർച്ചെ 2 മണിയോടെയാണ് വൻ മോഷണം നടന്നത്. കടയുടെ ഷട്ടർ പൊളിച്ചും ഗ്ലാസ് തകർത്തുമാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. 2 ലക്ഷം രൂപയും കീപാഡ് ഫോണുകളും ഉൾപ്പെടെ വിലപിടിപ്പുള്ള 12 മൊബൈൽ ഫോണുകളാണ് കടയിൽ നിന്നും നഷ്ടപ്പെട്ടത്. തെളിവ് നശിപ്പിക്കുന്നതിനായി കടയിലെ CCTV ക്യാമറകളും DVRും മോഷ്ടാക്കൾ കവർന്നിരുന്നു. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് നടന്ന കവർച്ച വ്യാപാരികൾക്കിടയിൽ വലിയ ഭീതിയുണ്ടാക്കിയിരുന്നു. തുടർന്ന് വാഴക്കുളം ഇൻസ്പെക്ടർ അനീഷിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ SN സുമിതയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. സമീപത്തെ മറ്റ് സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ എടത്തലയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസയുണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.